ഈ സാധനം എന്താണെന്ന് എല്ലാവർക്കും അറിയലുണ്ടാവില്ല, കുറച്ച് പേർക്കെങ്കിലും അറിയുന്നവരാണ് ഇത്. കാരണം ഇത് തോടോട് കൂടിയിട്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇത് കോഴിക്കോട് നിന്ന് ഇന്നലെ പോകുമ്പോൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇത് ഒരുപാട് കഴിച്ച് ഞാൻ വായിക്ക് നല്ല രുചി അനുഭവപ്പെട്ടിട്ടുള്ള വ്യക്തിയായതുകൊണ്ട് ഞാൻ ഇന്നലെ കോഴിക്കോട്ടേക്കൊന്ന് പോയ സമയത്ത് നമ്മൾ അത് തേടി പിടിച്ച് പോയിട്ട് മേടിച്ചുകൊണ്ട് വന്ന സാധനമാണ്. അത് ഇന്നിപ്പോൾ ഒന്ന് നേരെയാക്കിയിട്ട് നമുക്കത് കറിയാക്കണം. അതാണ് ഇന്നത്തെ ഉദ്ദേശം. അപ്പോൾ ഇതെങ്ങനെയാണ് നേരെയാക്കുന്നത് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ കാണണം. എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് കാണാം. ഇതുകൊണ്ട് പലതരത്തിലുള്ള പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്. ഇത് തോടോടുകൂടി നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തോടോടുകൂടി തന്നെ മാവിനകത്ത് മുക്കി, കടലമാവിനകത്ത് മുക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്ന ഒരു ഇതുണ്ട്. അതൊക്കെ ആ ഭാഗത്ത്, കോഴിക്കോട് ഭാഗത്ത്, പിന്നെ കണ്ണൂർ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കിട്ടുക. നമ്മളുടെ തൃശ്ശൂർ ഭാഗത്തേക്കൊന്നും അധികമൊന്നും ഉണ്ടാവില്ല. പിന്നെ പത്തനംതിട്ട ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ കാലം പുരോഗമിച്ച് വരും തോറും എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട്. എന്നാലിത് നമ്മൾ ചെയ്ത ശീലം ആർക്കും അത്ര വലുതായിട്ടുണ്ടാവില്ല. നമ്മൾ ഹോട്ടലിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മേടിച്ച് കഴിക്കലേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ചെയ്തുള്ള ശീലമുണ്ട്. അതുകൊണ്ട് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി സാധനമാണിത്. പക്ഷേ ഇത് ഇച്ചിരി ലേശം ബുദ്ധിമുട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഞാനിത് എന്തായാലും നിങ്ങൾക്ക് ഇന്നത് കാണിച്ചു തരാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കല്ലുമ്മക്കായ എന്നാണ് ഇതിനെ പേര് പറയുക. കടലിലെ ഒരു വിഭവമാണ്. ഉൾക്കടലിലൊക്കെ പോയിട്ട് അവിടുന്ന് പാറയിൽ പറ്റിച്ചേർന്നിരിക്കുന്ന സാധനം കത്തി കൊണ്ട് മുറിച്ചെടുക്കുന്ന ഒരു സാധനമാണിത്. ഇതിന് കല്ലുമ്മക്കായ എന്ന് പറയും. ഈ കല്ലുമ്മക്കായ നല്ല കാൽസ്യമുള്ള സാധനമാണ്. നമ്മുടെ ഈ കക്കയുടെയൊക്കെ ചേട്ടനെന്ന് പറയും. കടലിലെ കക്കയില്ലേ, അതിൻ്റെയൊക്കെ ജ്യേഷ്ഠനാണിത്. എന്തായാലും ആൾ സൂപ്പറാണ്. നമ്മൾക്കിത് ഞാനൊന്ന് വൃത്തിയായിട്ട് കഴുകിയാണ് ഇനി പാത്രത്തിലേക്ക് വെച്ചത്. ഇനി നമുക്കിത് ഒരു തുള്ളി വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളം അതിനടിയിൽ ഒഴിച്ചിട്ട് അടുപ്പത്ത് അടച്ചു വെച്ച് ഒരു തിള വരാറാകുമ്പോഴേക്കും ഇതിൻ്റെ തോട് പൊട്ടി മാംസം പുറത്തേക്ക് വരും. എന്നിട്ട് പിന്നെ അതെടുത്തിട്ട് ഒന്നും കൂടി വൃത്തിയായിട്ട് കഴുകി അതിലിത്തിരി പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതെല്ലാം കളഞ്ഞ് അതിൻ്റെ കാട്ടമൊക്കെ കളഞ്ഞിട്ടൊക്കെയാണ് ഇത് നന്നാക്കിയെടുക്കുക. അപ്പോൾ അതിന് സമയം പിടിക്കുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് സമയം എടുത്ത് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ഞാനിടാം. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. നിങ്ങളാണ് നമ്മളുടെ ശക്തി. എല്ലാവരും വീഡിയോ കാണണം, അഭിപ്രായങ്ങൾ പറയണം. ചെയ്തു നോക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടും പറയുക. ഓക്കെ, നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. സവോള 2 എണ്ണം, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ അരിഞ്ഞ് വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേറെ ഉണ്ട്. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി എണ്ണ ഒഴിച്ചു. കടുകിട്ട് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടി, ഉള്ളി ഇടുന്നു. അതിനുശേഷം തക്കാളിയും കൂടി ഇട്ട് വഴറ്റി ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി,
മല്ലിപ്പൊടി ഇവ പാകത്തിന് ചേർത്ത് ഒരു അല്പം നിറം മാറിക്കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ നേരെയാക്കി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ അതിലേക്കിടുന്നു. കല്ലുമ്മക്കായ നേരെയാക്കി വെച്ചിരിക്കുന്നതാണ്. മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾ പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല ഒരു സ്പൂൺ, അതിലേക്ക് കല്ലുമ്മക്കായ ഇടുകയാണ്. പാകത്തിന് ഉപ്പ്, അടുക്കള നമ്മുടെ അടുത്ത് കൊണ്ട് കൊടുക്കുക. എരിവുള്ള ഒരു അര സ്പൂൺ മുളക് പൊടിയും കൂടി ഇടുകയാണ്. കാരണം ഈ സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം മധുരമുള്ള സാധനമാണ്. ഞണ്ട്, ചെമ്മീൻ, കല്ലുമ്മക്കായ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലൊരു ലേശം എരിവ് മുന്നോട്ട് നിൽക്കണം. മുളക് പൊടി അല്പം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കണം. നമ്മുടെ റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു.
ഇതാണ് കല്ലുമ്മക്കായ റോസ്റ്റ്. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എവിടെയെങ്കിലും കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ കല്ലുമ്മക്കായ വാങ്ങിച്ച് ചെയ്ത് നോക്കണം.